ഹലോ എവരിവൺ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടായി പനീർ ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സവാള സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റിയെടുക്കണം. പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. 300 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളം വാലാനായിട്ട് സ്ട്രെയിനറിൽ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നമ്മുടെ പനീർ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. രണ്ടും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇതധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് 15 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസസ് ആക്കി അത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ സവാളയും ഇഞ്ചിയും മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് 2 എണ്ണം ചേർത്ത് കൊടുത്തത്. എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 2 വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴന്നു വന്നു. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നന്നായിട്ട് മസാലകളുടെ പച്ചമണം മാറുന്ന വരെയും വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മസാലപ്പൊടികൾ ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. 3 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി നന്നായി വഴന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പനീർ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ പനീർ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇവിടെ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അധികം ഫൈനായിട്ട് അരച്ചെടുക്കണ്ട, ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. ഈ കടായിലേക്ക് 1 പീസ് ബട്ടർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് അരപ്പ് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഗ്രേവി നന്നായിട്ട് വറ്റി വരണം, എണ്ണ തെളിഞ്ഞ് വരണം. ആ സമയം വരെയും വഴറ്റി കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മേത്തി ലീവ്സ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. അതിനുശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഗ്രേവി എല്ലാം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ് ക്രീമും മേത്തി ലേസും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടായി പനീറിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത് അപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.